ഫുട്ബോളിൽ ഗോളടിക്കുന്ന കളിക്കാരെ നമ്മൾ പൊതുവെ എന്താണ് വിളിക്കാറുള്ളത്? സ്ട്രൈക്കർ എന്നല്ലേ? എന്നാൽ നമ്മൾ എപ്പോഴും ടി വി കമന്ററിയിൽ കേൾക്കുന്ന മറ്റൊരു വാക്കാണ് സെന്റർ ഫോർവേഡ്. പലരും വിചാരിക്കുന്നത് ഇത് രണ്ടും ഒന്നാണെന്നാണ്. എന്നാൽ സത്യം അതല്ല. കളിക്കളത്തിൽ ഇവർക്ക് ചെയ്യാനുള്ളത് രണ്ട് വ്യത്യസ്ത ജോലികളാണ്. ഫുട്ബോളിലെ ഈ തന്ത്രപരമായ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സ്ട്രൈക്കർ ആരാണെന്ന് നോക്കാം. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം ഗോൾ അടിക്കുക എന്നത് മാത്രമാണ്. പന്ത് എങ്ങനെയെങ്കിലും ബോക്സിനുള്ളിൽ എത്തിയാൽ അത് വലയിലാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർ അധികം താഴേക്ക് ഇറങ്ങി വന്ന് കളി മെനയാറില്ല. ഓഫ് സൈഡ് ലൈനിൽ ഒപ്പത്തിനൊപ്പം നിന്ന് ഡിഫൻഡർമാരുടെ കണ്ണ് വെട്ടിച്ച് ഓടിക്കയറി ഗോളടിക്കുന്നതാണ് ഇവരുടെ ശൈലി. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എർലിംഗ് ഹാലൻഡ്. ഹാലൻഡ് കളിയിൽ അധികം പന്ത് തൊടാറില്ല, പക്ഷേ കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായി ഗോളാക്കി മാറ്റും. ഇനി സെന്റർ ഫോർവേഡ്, അല്ലെങ്കിൽ ഇവരെ നമ്പർ 9 എന്നും വിളിക്കാറുണ്ട്. ഇവർ ഗോൾ അടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പലപ്പോഴും ഇവർ ഡിഫൻഡർമാരെ പുറകോട്ട് വലിച്ച് സ്വന്തം ടീമിലെ വിങ്ങർമാർക്കോ മിഡ്ഫീൽഡർമാർക്കോ ഗോൾ അടിക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കും. ഇതിനെ ഹോൾഡ് പ്ലേ എന്നും പറയും. അതായത് പന്ത് നെഞ്ചിലോ കാലിലോ നിയന്ത്രിച്ചു നിർത്തി മറ്റു കളിക്കാർ ഓടിക്കയറുന്നത് വരെ ഹോൾഡ് ചെയ്യും. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഹാരി കെയ്ൻ, അല്ലെങ്കിൽ കരീം ബെൻസിമയൊക്കെ ഇതിന്റെ ഉദാഹരണം തന്നെയാണ്. ഇവർ താഴേക്കിറങ്ങി വന്ന് കളി മെനയാനും മിടുക്കന്മാരാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഹാലൻഡും ഹാരി കെയ്നും ഒരേ പൊസിഷനിൽ കളിച്ചിട്ടും അവരുടെ കളിശൈലി ഇത്ര വ്യത്യസ്തമായിരിക്കുന്നതെന്ന്? നിങ്ങളുടെ ടീമിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് തരം കളിക്കാരെയാണ് കൂടുതൽ ഇഷ്ടം? താഴെ കമന്റ് ചെയ്യൂ.